സാറേ, എസ് ഐ സാറേ, ഈ പൊട്ടന് ചെവി കേൾക്കാൻ പാടില്ല. പീതാംബരൻ സാറേ, ഇറങ്ങി വാ, ബോംബ് വെച്ചിട്ടുണ്ട്. എന്താ? പീതാംബരൻ സാറേ, ബോംബ് വെച്ചിട്ടുണ്ട്. രമണി, ഈ ബിൽഡിംഗിൽ ബോംബ് വെച്ചിട്ടുണ്ട്. കുഞ്ഞുങ്ങളെ എടുത്തോ. പിണ്ടിയിൽ 7 ഇടത്ത് സ്ഫോടനം നടന്നു എന്ന വിവരങ്ങൾ വരുന്നു. അതിനോടൊപ്പമുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്പം മുൻപ് റാവൽപിണ്ടിയിൽ നടക്കുന്ന മത്സരങ്ങൾ, PSL മത്സരങ്ങൾ മാറ്റിവെക്കണമെന്നും അവിടെ നിന്ന് തിരിച്ചു പോകണമെന്ന് ക്രിക്കറ്റ് താരങ്ങൾ ആവശ്യപ്പെട്ടതായും ഒക്കെ വാർത്തകൾ വരുന്നുണ്ടായിരുന്നു. അതിന്റെ പശ്ചാത്തലം ഇതാണ്. റാവൽപിണ്ടിയിൽ തുടർച്ചയായി സ്ഫോടനങ്ങൾ ഉണ്ടാകുന്നതായി വിവരങ്ങൾ വരുന്നു. മിഥുൻ ലൈനിലുണ്ടെങ്കിൽ, മിഥുൻ, ഇത് എപ്പോഴത്തെ വിഷ്വൽസ് ആണ്? എന്താണ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന വിവരങ്ങൾ? ശ്രീജ, റാവൽപിണ്ടിയിൽ മാത്രം 7 ഇടത്ത് ഡ്രോൺ അറ്റാക്ക് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്നത്. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഓരോന്നോരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ റാവൽപിണ്ടിക്ക് സമീപം നമ്മൾ ആദ്യം 2 ദൃശ്യങ്ങൾ കാണിച്ചത്, അതിൽ ഒന്ന് ലാഹോറിലും ഒന്ന് റാവൽപിണ്ടി സ്റ്റേഡിയത്തിന് സമീപമായിരുന്നുവെങ്കിൽ ഇത് റാവൽപിണ്ടിക്ക് തൊട്ട് സ്റ്റേഡിയത്തിന് മറുവശത്തായിട്ടുള്ള ഓവർബ്രിഡ്ജിന് സമീപമായിട്ടുള്ള എയർ ഡിഫൻസിൽ ആണ് ഇത്തരത്തിൽ ഈ ഒരു വലിയ ഡ്രോൺ ആക്രമണം ഉണ്ടായത്. അത് വലിയ രീതിയിൽ അവിടെ എയർ ഡിഫൻസിൽ വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മിസൈൽ ലോഞ്ചറുകൾ സ്ഥാപിച്ചിരുന്ന മേഖലകളാണ് കേന്ദ്രീകരിച്ചാണ് ഇത്തരത്തിൽ ഡ്രോൺ ആക്രമണങ്ങൾ ഉണ്ടായത്. അതിന്റെ ദൃശ്യങ്ങളാണ് ഓരോന്നോരോന്നായി ഇപ്പോൾ പുറത്തു വരുന്നത്. മറ്റൊന്ന്, ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ സ്റ്റേഡിയത്തിന് പുറത്തുള്ളത്, സ്റ്റേഡിയത്തിലെ അകത്തേക്ക് പ്രവേശിക്കുന്നതിനുള്ള പ്രധാന കവാടത്തിന് ഫ്രണ്ടിലായിട്ടാണ് മറ്റൊരു ഡ്രോൺ അറ്റാക്ക് ഉണ്ടായിട്ടുള്ളത്. അതിന്റെ ഭാഗമായി നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് വ്യക്തമായി കാണാം. റാവൽപിണ്ടിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. ഏതാണ്ട് 7 ആക്രമണങ്ങൾ ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. മിഥുൻ, തുടർന്നോളൂ. ശ്രീജ, അതിൽ ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ട ഒരു കാര്യം, അതായത് ഈ ഡ്രോൺ ആക്രമണങ്ങൾ ഉണ്ടാകുന്നത് തൊട്ടു മുമ്പ് തന്നെ ഇത്തരത്തിൽ ആകാശത്ത് വെച്ച് തന്നെ വലിയ സൈറൺ മുഴങ്ങുന്നു. ആ സമയത്ത് തന്നെ പരിഭ്രാന്തരായി ആളുകൾ മാറുന്നു. അതിനുവേണ്ടി തന്നെയാണ് ഇത്തരത്തിലൊരു സൈറൺ മുഴക്കുകയും ചെയ്തത്. കാരണം അവിടുത്തെ ജനങ്ങൾക്ക് യാതൊരു തരത്തിലുമുള്ള ജീവഹാനിയോ അല്ലെങ്കിൽ മറ്റു പരിക്കുകളോ ഒന്നും സംഭവിക്കരുത് എന്ന് കൃത്യമായി ആ ഒരു നിർദ്ദേശമുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അത്തരത്തിൽ സൈറൺ മുഴക്കിക്കൊണ്ട് ആളുകളെ അവിടെ നിന്ന് മാറ്റുന്നതിന് വേണ്ടിയുള്ള ഒരു നടപടിക്രമമായിരുന്നു അത്. അതിനുശേഷം അവിടുത്തെ ഓരോ ഡിഫൻസ് കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച്, മിസൈൽ ലോഞ്ചറുകൾ കേന്ദ്രീകരിച്ച് ഇത്തരത്തിൽ അറ്റാക്ക് നടക്കുന്നു. റാവൽപിണ്ടിയിലെ 7 ഇടങ്ങളിൽ 7 വ്യോമ പ്രതിരോധ മിസൈൽ ലോഞ്ചറുകളിലാണ് ഇത്തരത്തിൽ അറ്റാക്ക് നടന്നിരിക്കുന്നത്. Violence, violence, violence. I don't like it. I avoid. But violence likes me. I can't avoid. അതിലെ ഓരോ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഒന്ന്, റാവൽപിണ്ടി ക്രിക്കറ്റ് സ്റ്റേഡിയത്തിന് സമീപത്തായും ഒപ്പം തന്നെ പ്രധാന കവാടത്തിന് മുന്നിൽ വശത്തായും, രണ്ടാമത്തേത് അതിന് തൊട്ട് പിന്നാലെ നടന്നത് അതിന് സമീപത്തായിട്ടുള്ള വലിയൊരു ഓവർബ്രിഡ്ജ് പാലമുണ്ട്. ആ പാലത്തിന് സമീപത്തായിട്ടുള്ള ഒരു വ്യോമപ്രതിരോധ സംവിധാനങ്ങളുണ്ട്, വ്യോമപ്രതിരോധ യൂണിറ്റ് ഉണ്ട്. HQ-9 നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ലാഹോറിലാണ് HQ-9 ഉള്ളത്. അതുപോലെ തന്നെ HQ-5 മുതൽ 7 വരെയുള്ള യൂണിറ്റുകളിലാണ് ഇത്തരത്തിൽ ആക്രമണം റാവൽപിണ്ടിയിൽ ഉണ്ടായിട്ടുള്ളത്.